ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്കൊരു പാർട്ടി സ്പെഷ്യലായിട്ടോ നമ്മുടെ വീട്ടിലാരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളിത് ഇതുപോലെ ഒന്ന് വടിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കുമ്മിച്ചിട്ട് എടുക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് നമ്മുടെ പാലാണ് കേട്ടോ. തിളപ്പിക്കുകയൊന്നുമല്ല, സാധാരണ പാലാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണം നമ്മളിത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു പാനിലേക്ക് ഒരു 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു കപ്പെന്ന് പറയുമ്പോൾ ഏകദേശം 250 ml ആണ് കേട്ടോ ഒരു കപ്പെന്ന് പറയുന്നത്. അങ്ങനെ 2 കപ്പ് പാലും കൂടെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ പാലവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മളൊരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യാൻ താല്പര്യം ആ രീതിയിൽ ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ശേഷം മാറ്റി വെക്കുക. ഇനി നമ്മൾ പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പം തീ ഒരല്പം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം മിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു കസ്റ്റാർഡിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൈ എടുക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു 5 മിനിറ്റ് സമയം. അതിനുശേഷം ഇപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി അതവിടെ മാറ്റി വെക്കുക. ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് വറുത്തിട്ടെടുക്കണം. പെട്ടെന്ന് ഇതൊന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ സ്പീഡിലൊന്ന് വളർത്തെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ബ്രെഡ് ഒരുപാട് എണ്ണ കുടിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇനി ഏത് ട്രേയിലാണോ നമ്മളിത് വെക്കുന്നത് ആ ഒരു ട്രേയിലേക്ക് നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കസ്റ്റാർഡ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് എത്തത്തക്ക രീതിയിൽ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഓരോ ബ്രെഡും ഇതുപോലെ ഒന്ന് എടുത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടും സൈഡിലോട്ടും ഒക്കെ നല്ലതുപോലെ ആ ഒരു മിൽക്കിൻ്റെ ആ ഒരു ഇത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്കിതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കയ്യിൽ എന്താണോ ഉള്ളത്, നട്ട്സ് ആണെങ്കിൽ അത് ട്യൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും, കുറച്ച് ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മോളുടെ ഇതാണ് കേട്ടോ, ഈ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. ഞാനത് ചേർക്കാൻ വേണ്ടി വിചാരിച്ചിട്ടില്ല, പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോഴത്തേക്കിനും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ആക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. നിങ്ങൾക്ക് അറിയാവുന്ന റെസിപ്പി ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർ കാണുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് കമൻറ്റായിട്ട് പറയുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു നല്ല വീഡിയോയുമായി നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.